Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് ജീവിക്കണമേ എന്ന് ശക്തമായ ഭാഷയിൽ എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. ആ രൂപത്തിൽ ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരുടെ ആയുസ്സിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും ആദ്യകാലത്തൊക്കെയുള്ള ആളുകൾക്ക് ആയുസ് കൂടുതലായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും ആ കാര്യം നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നടത്തിയത്, ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ചത് ഏകദേശം 950 വർഷമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ജീവിച്ചത് ഏകദേശം 1000 കൊല്ലമായിരിക്കുമല്ലോ. അതിൻ്റെ മുമ്പോട്ടെടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വർഷങ്ങൾ ജീവിച്ചവരും അതിനുശേഷമുള്ളവർ അതിനേക്കാൾ കുറഞ്ഞ ആയുസ്സുള്ളവരുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പോകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം എത്തിയപ്പോഴേക്കും ആയുസ് ഏറെക്കുറെ 100 വർഷത്തിന് താഴെയായി എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് അഅ്മാറ ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-നും 70-നും ഇടയിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ശരാശരി കണക്കാണ്. ഇതിനേക്കാൾ ചിലർക്ക് ആയുസ് കുറച്ച് കൂടും, ഈ പറഞ്ഞതിൽ നിന്ന് കുറച്ച് താഴെയും ആവും ചില ആളുകൾക്ക്. ശരാശരി 60-ന്റെയും 70-ന്റെയും ഇടയിലായിരിക്കും ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ ഏകദേശ വയസ്സ്. പക്ഷേ അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ഇബാദത്ത് ചെയ്യാൻ അവസരം കിട്ടിയ മുൻകാല സമൂഹങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ, അവർക്ക് സ്വർഗം കിട്ടുകയാണെങ്കിൽ അതേ സ്വർഗത്തിലേക്ക് എങ്ങനെയാ നമ്മൾ പോവുക? വളരെ കുറച്ചു കൊല്ലം മാത്രം ഇബാദത്തുകൾ ചെയ്യാൻ മാത്രം അള്ളാഹു നമുക്ക് അവസരം നൽകി. ആയിരക്കണക്കിന് വർഷങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പഴയ സമൂഹങ്ങൾക്കും അവസരം നൽകി. രണ്ടു കൂട്ടർക്കും എങ്ങനെയാണ് സ്വർഗത്തിൽ ഒരേ പദവിയിലെത്താൻ സാധിക്കുക? അതിന് അള്ളാഹു ഈ കാലത്തുള്ള സമൂഹത്തിന് കുറെ ഓഫറുകൾ നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടിയൊരു ഓഫറാണ്. ഒരൊറ്റ രാത്രി തന്നെ 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ആ പഴയകാല സമൂഹത്തിനേക്കാൾ അപ്പുറത്തേക്കെത്താൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ജമാഅത്ത് നമസ്കാരത്തിന്റെ കൂലി. അങ്ങനെ പല പല കാര്യങ്ങൾക്കും അള്ളാഹു ഇരട്ടി ഇരട്ടിയായി നമുക്ക് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞതിൽ നിന്ന്
ആ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് ആയുസ് കൂടുതലാണെങ്കിലും അവർ ചെയ്ത അതേപോലെയുള്ള അത്രയും വർഷം ഇബാദത്ത് ചെയ്തതിന് തുല്യമായ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് പ്രതിഫലം നേടാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച് നാം ആരാധനാ കർമ്മങ്ങൾ ചെയ്താൽ കിട്ടുന്ന അത്രയും കൂലി നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതകാലം കൊണ്ട് നമുക്ക് നേടിയെടുക്കാനാകും എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ രൂപത്തിൽ വലിയൊരു ഓഫർ ദിനങ്ങളിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വളരെയധികം മഹത്വമേറിയ ദിവസങ്ങളാണ്. പക്ഷെ നമ്മളിൽ പല ആളുകൾക്കും ഈ ദിവസങ്ങൾക്ക് മഹത്വമുണ്ട് എന്ന് അറിയാമെന്നതല്ലാതെ എത്രത്തോളം വലിയ മഹത്വമാണ് എന്നതിനെ കുറിച്ച് വലിയ ധാരണകളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹ് ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം യാനി അയ്യാമുൽ അശ്ർ. ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാകുന്നു മറ്റെല്ലാ ദിവസങ്ങളിലേക്കാളും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത്രത്തോളം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വേറെ ദിവസങ്ങളില്ല എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി അഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമുൽ അശ്ർ. ഏറ്റവും മഹത്വപ്പെട്ടതും ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ ഈ 10 ദിവസങ്ങൾ പോലെ വേറെ ദിവസങ്ങൾ ഇല്ല. അതുകൊണ്ട് അക്സിറു ഫീഹിന്ന തഹ്ലീല വതക്ബീറ വതഹ്മീദ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീലും തക്ബീറും തഹ്മീദും വർദ്ധിപ്പിക്കുവീൻ. എന്താണ് തഹ്ലീൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ. എന്താണ് തക്ബീർ? അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ. എന്താണ് തഹ്മീദ്? അൽഹംദുലില്ലാഹ് എന്നുള്ള ദിക്ർ. അതായത് ദിക്റുകൾ നിങ്ങൾ ധാരാളമായി ചൊല്ലുക. ഈ 10 ദിവസങ്ങളുടെ പ്രാധാന്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ഈ 10 ദിവസങ്ങളാണോ അതോ റമളാനിലെ അവസാനത്തെ 10 ആ 10 ദിവസങ്ങളാണോ ഏറ്റവും കൂടുതൽ പുണ്യമേറിയത് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നോക്കണം, എപ്പോഴാണ് ഈ അഭിപ്രായ വ്യത്യാസം വരിക? ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ റമളാനിലെ അവസാനത്തെ 10-നാണ് കൂടുതൽ പ്രാധാന്യം. ചിലർ പറഞ്ഞു അല്ല, ഈ ദുൽഹജ്ജ് ആദ്യ 10 ദിവസങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ചിലർ പറഞ്ഞു റമളാനിലെ അവസാനത്തെ 10-ന്റെ രാത്രിക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്, എന്നാൽ ദുൽഹജ്ജ് ആദ്യ 10-ലെ പകലുകൾക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ റമളാനിലെ അവസാനത്തെ 10-ന്റെ പകലെടുക്കുക. അപ്പൊ അതിൽ പ്രാധാന്യം നോക്കുമ്പോൾ ദുൽഹജ്ജ് ഈ ആദ്യ 10-ലെ പകലുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ഇനി രാത്രി എടുക്കുകയാണെങ്കിൽ റമളാനിലെ അവസാനത്തെ 10-ലെ രാത്രിയും ദുൽഹജ്ജിലെ ആദ്യ 10-ലെ രാത്രിയും എടുക്കുകയാണെങ്കിൽ അത് ആ രാത്രിയുടെ കാര്യം എടുക്കുമ്പോൾ റമളാനിലെ അവസാനത്തെ 10-ലെ രാത്രിക്കാണ് കൂടുതൽ പ്രാധാന്യം. അങ്ങനെയും വിശദീകരിച്ചു. എന്തായാലും വളരെ വലിയ പണ്ഡിതന്മാർക്കിടയിൽ ഈ ദിവസങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നമ്മളിപ്പോ കടന്നു ചെന്നിട്ടുള്ള ഈ ഒരു ദുൽഹജ്ജ് 10 ദിവസങ്ങൾ. ഈ രൂപത്തിൽ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ റമളാനിൽ നമ്മൾ ഒരുങ്ങാറുള്ളത് പോലെ ഒരു ഒരുക്കം പലപ്പോഴും ഈ ദിവസങ്ങൾക്ക് വേണ്ടി ഉണ്ടാവാറില്ല. റമളാനിലെ അവസാനത്തെ 10 എന്ന് കേൾക്കുമ്പോഴേക്ക് ആ അവസാനത്തെ 10-ലെ മുഴുവൻ പുണ്യവും വാരിക്കൂട്ടാൻ വേണ്ടി, ഒരിക്കലും അതിലെ പുണ്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി നമ്മൾ ഇറങ്ങാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇറങ്ങേണ്ട ഒരു 10 ദിവസങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ആ റമളാനിലെ അവസാനത്തെ 10 മനസ്സിലാക്കിയതുപോലെ ഈ ദുൽഹജ്ജിലെ ആദ്യത്തെ 10-നെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. അപ്പോ ഏറ്റവും വളരെയധികം പ്രാധാന്യം കൂടിയ ഈ ദുൽഹജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ അത് നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്ന ദിവസങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പുണ്യം ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വിശകലനം ചെയ്ത പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലുമുള്ള ആരാധനാ കർമ്മങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു 10 ദിവസങ്ങളാണിത്. ഇതുപോലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും ഒരുമിച്ച് ചേർന്ന മറ്റൊരു 10 ദിവസങ്ങളില്ല. ഒരു മാസത്തിന്റെയും ആദ്യത്തെ 10 ദിവസങ്ങൾ ഇതുപോലെ ഇല്ല. ഈ ഒരു ആദ്യത്തെ 10 ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിസ്കാരം വരുന്നുണ്ട്, എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഈ ദിവസവും നിസ്കാരം വരുന്നുണ്ട്. മാത്രവുമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണം, പ്രധാനപ്പെട്ട ഒരു നോമ്പ് വരുന്നുണ്ട്, അറഫ നോമ്പ് വരുന്നുണ്ട്. അതല്ലാത്ത നോമ്പുകൾ നമുക്ക് എടുക്കാം, സുന്നത്ത് നോമ്പുകൾ എടുക്കാം. അപ്പോൾ നോമ്പ് വരുന്നുണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്യാം, സക്കാത്ത് നമുക്ക് കൊടുക്കാം, അതും അതിനകത്ത് വരുന്നുണ്ട്. ഹജ്ജും വരുന്നുണ്ട്. ഹജ്ജും ഈ 10 ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളായിട്ടുള്ള നോമ്പും നിസ്കാരവും സക്കാത്തും അതുപോലെ ഹജ്ജും എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു 10 ദിവസങ്ങൾ
ഈ 10 ദിവസങ്ങൾക്ക് അതുകൊണ്ടായിരിക്കാം ഇത്രയധികം പ്രാധാന്യമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഇതുപോലെ തന്നെ മുഹറത്തിലെ ആദ്യ 10 ദിവസങ്ങൾ മഹത്വമേറിയ ദിവസങ്ങളാണ്. അപ്പൊ റമദാനിലെ അവസാനത്തെ 10 വേണ്ടി നാം ഒരുങ്ങാറുള്ളത് പോലെ ഈ ഒരു ആദ്യ 10 വേണ്ടിയും നമ്മൾ ഒരുങ്ങണം. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം. ഈ ഒരു 10 ദിവസങ്ങളിലെ മുഴുവൻ പുണ്യവും നമ്മൾ നഷ്ടപ്പെടാതെ കാത്തെടുക്കണം. സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു സത്യം ചെയ്യുന്നുണ്ടല്ലോ, വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, പുലരി തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം. ഈ 10 ദിനരാത്രങ്ങൾ ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത്, ഖുർആൻ വ്യാഖ്യാതാക്കളും വിശദീകരിച്ചിട്ടുള്ളത്, അവിടെ ആ 10 ദിനരാത്രങ്ങൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഈ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണ് എന്നാണ്. അപ്പൊ അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിൽ 28-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു പറയുന്നു, ഹജ്ജിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടുവരുന്ന സ്ഥലത്ത്, ലിയശ്ഹദു മനാഫിഅ ലഹും, അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ അവർ സന്നിഹിത ആവാൻ വേണ്ടി, വയസ്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്, ചില അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുവാനും. ഇവിടെ ഈ അറിയപ്പെട്ട ദിവസങ്ങൾ, അയ്യാമിൻ മഅലൂമാത്ത് എന്ന് പറഞ്ഞത് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ, നിശ്ചിതമായ, നിർണിതമായ അല്ലെങ്കിൽ അറിയപ്പെട്ട ദിവസങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളാണ് എന്നതാണ് ബഹുഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മഹത്വമേറിയ ഈ ദിവസങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത്? സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. സിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. എല്ലാവിധ സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ഏത് സൽക്കർമ്മവും ചെയ്യാൻ നമുക്ക്. ദുൽഹജ്ജ് 9-ന് നോമ്പെടുക്കാൻ അത് പ്രത്യേകമായ സുന്നത്തുമുണ്ട്. ദുൽഹജ്ജ് 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന കാര്യങ്ങളിൽ നേരിയ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നോമ്പ് ഒരു സുപ്രധാനമായ സൽക്കർമ്മമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതും എടുക്കാം, നോമ്പും എടുക്കാം. പക്ഷേ മുഹറം 9, 10 ദിവസങ്ങളിലുള്ളതുപോലെ, അറഫ ദിവസത്തിലുള്ളതുപോലെ ഒരു പ്രത്യേകമായ സുന്നത്ത് നോമ്പ് എന്ന രൂപത്തിൽ ഒരു സുന്നത്ത് നോമ്പില്ല എന്നതാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടുള്ളത്. എങ്കിലും ഒരു സൽക്കർമ്മം എന്നുള്ള നിലക്ക് ദുൽഹജ്ജ് 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന ആളുകൾക്ക് നോമ്പെടുക്കാം, അതിൽ തെറ്റില്ല, അതും ഒരു സൽക്കർമ്മമാണല്ലോ എന്നതാണ് അവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ദുൽഹജ്ജ് 1 മുതൽ നമുക്ക് ഇത്തരം ആരാധനാ കർമ്മങ്ങളെല്ലാം വർദ്ധിപ്പിക്കാം. മാത്രമല്ല ദുൽഹജ്ജ് 1 മുതൽ തക്ബീർ ചൊല്ലാം, അത് സുന്നത്താണ്. പലപ്പോഴും നമ്മുടെ ധാരണ ബലിപെരുന്നാളിന് എപ്പോഴാണ് തക്ബീർ ചൊല്ലാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ മാസപ്പിറവി കണ്ടത് മുതൽ, അല്ലെങ്കിൽ ദുൽഹജ്ജ് 10 മുതൽ, അന്ന് പെരുന്നാളിന്റെ അന്ന് മുതൽ അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങളിൽ കൂടി, അയ്യാമുത്ത് തശ്രീഖിന്റെ 3-ാമത്തെ ദിവസം അസ്റോട് കൂടി അവസാനിപ്പിക്കുന്ന രൂപത്തിൽ, അതാണ് നമ്മുടെ ധാരണ. എന്നാൽ അത് ശരിക്കും സമയം നിർണയിക്കപ്പെട്ട തരത്തിലുള്ള തക്ബീറാണ്. അതിന് പ്രത്യേകമായ സമയം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സുന്നത്തായിട്ടുള്ളത് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുക എന്നുള്ളതാണ്. എന്നാൽ ദുൽഹജ്ജ് 1 മുതൽ 10 ദിവസവും തക്ബീർ ചൊല്ലാം, അതിന് പ്രത്യേകമായ സമയമില്ല. ഏത് സമയത്തും ചൊല്ലാം, എവിടെ വെച്ചും ചൊല്ലാം. വീടുകളിൽ വെച്ചോ, യാത്രകളിൽ വെച്ചോ, നമ്മുടെ ജോലി സ്ഥലത്ത് വെച്ചോ, പള്ളിയിൽ വെച്ചോ, എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് തക്ബീർ ചൊല്ലാം. പക്ഷെ സാധാരണഗതിയിൽ ഈ ഒരു സുന്നത്ത് ഇപ്പോൾ ആളുകളിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ദുൽഹിജ്ജ 1 മുതൽ എല്ലാ ദിവസവും തക്ബീർ ചൊല്ലാം. അപ്പൊ ദുൽഹിജ്ജ ആദ്യ 10-ലെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പോൾ റസൂലേ, ജിഹാദിനാണോ അതോ ഈ ആദ്യ 10 ദിവസങ്ങൾക്കാണോ കൂടുതൽ മഹത്വം? ഒരാൾ അടർക്കളത്തിൽ പോരാടുന്നതിനാണോ അതോ ഈ ആദ്യ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തിനാണോ കൂടുതൽ മഹത്വം? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, അത് വലാ മിസ്ലിഹുന്ന ഫീ സബീലില്ലാ, അതെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നതിനേക്കാൾ പുണ്യമുണ്ട് ഈ ആദ്യ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്ക്. എന്നാൽ തന്റെ സമ്പത്തും ശരീരവും മടങ്ങി വരാത്ത രൂപത്തിൽ ആയാലൊഴികെ, എന്ന് പറഞ്ഞാൽ ഒരു പോരാട്ടത്തിൽ ഷഹീദായി എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂലി അധികം കിട്ടും. അത് ഈ 10 ദിവസത്തെ സൽക്കർമ്മത്തെക്കാൾ കൂടുതൽ കൂലി കിട്ടും. അല്ലാത്തടത്തോളം ഒരു ജിഹാദ് ചെയ്യുകയാണെങ്കിൽ, ഒരു പോരാട്ടത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ, മറ്റ് ജിഹാദുകൾ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിൽ നമ്മൾ എടുക്കുന്ന ആരാധനാ കർമ്മങ്ങൾക്കാണ്, സൽക്കർമ്മങ്ങൾക്കാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലെ മഹത്വം ശരിയായി നാം മനസ്സിലാക്കി സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക, സംസാരം നിയന്ത്രിക്കുക. നമ്മുടെ പല നല്ല കർമ്മങ്ങളെയും പ്രതിഫലം ഇല്ലാതാക്കുന്നത് നമ്മുടെ സംസാരമാണ്. നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ പോലും മറ്റുള്ളവരുടെ പോരായ്മകളും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും സംസാരിക്കുന്നത് കൊണ്ട് എത്രയെത്ര കർമ്മങ്ങളാണ് പാഴായി പോകുന്നത്.
ഏതൊരാളെ കുറിച്ച് നാം സംസാരിക്കുമ്പോഴും അത് അയാൾ കേട്ടാൽ അയാൾക്ക് ഇഷ്ടമാകുമോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസാരം ഏതെങ്കിലും ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ ഇല്ലാത്ത സമയത്ത് അവരെ കുറിച്ച് പറയുന്നത് കാരണം നമ്മുടെ എത്രയോ നല്ല അമലുകൾ എടുത്ത് അള്ളാഹു മറ്റുള്ളവർക്ക് കൊടുക്കുകയും നാം പാപ്പരായി പോവുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം സദാ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ദുൽഹിജ്ജ 9 അറഫ നോമ്പ് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അറഫ ദിനത്തിലെ നോമ്പ് വരാനിരിക്കുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും തിന്മകൾ മായ്ച്ചു കളയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ചെറുപാപങ്ങൾ പുറത്തു കിട്ടുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ പുറത്തുപെടുമെന്ന് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തേക്ക് നമ്മൾ ചെയ്തേക്കാവുന്ന പാപങ്ങൾ, ചെറുപാപങ്ങൾ, അതുപോലും അഡ്വാൻസ് ആയിട്ട് മുൻകൂറായിട്ട് നമുക്ക് പുറത്തു കിട്ടുമെങ്കിൽ എത്രത്തോളം മഹത്വമേറിയതാണ് ആ അറഫാ ദിനത്തിലെ നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഫാ ദിനത്തിൽ അള്ളാഹു ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അത്ര മറ്റൊരു ദിവസവും അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുകയില്ല. ദുൽഹിജ്ജ 9 അറഫാ ദിനത്തിൽ ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്ത ജീവിത രീതിയിൽ ജീവിക്കുന്നവർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഞങ്ങളെല്ലാവരും ഒന്നാണ് എന്ന രൂപത്തിൽ ഏകനായ റബ്ബിനോട് പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. അവർ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മവും ഈ ഒരു അറഫ സംഗമം തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അത് അറഫയാണ് എന്ന് പറഞ്ഞാൽ അത്രയധികം പ്രാധാന്യം അതിനുണ്ട് എന്നർത്ഥം. അങ്ങനെ ഹാജിമാർ പ്രാർത്ഥനയിൽ മുഴുകുമ്പോ അള്ളാഹു മലക്കുകളോട് പറയും, ആ ഹാജിമാരെ പുകഴ്ത്തിക്കൊണ്ട് പറയും, നോക്കൂ എന്റെ അടിമകൾക്ക് എന്താണ്, അവർ എന്നോട് കേണ് പ്രാർത്ഥിക്കുന്നത് കണ്ടു നോക്കൂ എന്ന് അവരെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു പറയും. അത്രയധികം പ്രാധാന്യമുള്ള, അത്രയധികം മഹത്വമേറിയ ആ ദിവസം ഹജ്ജിൽ പങ്കെടുക്കാത്തവർക്കെല്ലാം നോമ്പ് സുന്നത്താണ്. സുന്നത്തായ നോമ്പെടുക്കാം. ഇവിടെ ഒരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ട്. സൗദി അറേബ്യയിലും കേരളത്തിലും പെരുന്നാൾ വ്യത്യസ്ത ദിവസങ്ങളിലാണെങ്കിൽ നാം നോമ്പെടുക്കേണ്ടത് എന്നാണ്? ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന അന്നാണോ, അതോ നമ്മുടെ നാട്ടിലെ ദുൽഹജ്ജ് 9 ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന അന്ന് ആ നാട്ടിലെ ദുൽഹജ്ജ് 9 എന്നാൽ നമ്മുടെ നാട്ടിൽ അന്ന് ദുൽഹജ്ജ് 8 ഇനി നമ്മുടെ നാട്ടിലെ ദുൽഹജ്ജ് 9 നോമ്പെടുത്താൽ അന്ന് അറഫയിൽ ഹാജിമാർ ഇല്ല, അന്ന് അവിടെ പെരുന്നാളാണ്. അപ്പൊ നമ്മൾ എന്ന് നോമ്പെടുക്കണം? സാധാരണക്കാരുടെ ഇടയിൽ എപ്പോഴും ആശയക്കുഴപ്പമുള്ളതും സാധാരണഗതിയിൽ സംശയം ചോദിക്കാറുള്ള വിഷയമാണിത്. പല വർഷങ്ങളിലും ഈ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ട്. രണ്ട് അഭിപ്രായത്തെയും ശക്തമായി വാദിക്കുന്നവരുണ്ട്. യൗമി അറഫ എന്നല്ലേ ഹദീസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അറഫ ദിവസം എന്നത് ഹാജിമാർ അറഫയിൽ ഒന്നിച്ചു ചേരുന്ന ദിവസം തന്നെയാണ്. മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ. നമുക്ക് സാങ്കേതിക വിദ്യയൊക്കെ വളർന്നതോടുകൂടി കൃത്യമായി അവിടെ ഹാജിമാർ നിൽക്കുന്ന ദിവസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കുമ്പോ അത് ഗൾഫിലെ അറഫ ദിവസം, അതായത് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം തന്നെയാവണം എന്ന് പറയുന്നവരുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ദുൽഹജ്ജ് 8 പ്രശ്നമില്ല, നമ്മൾ ഹാജിമാർ നിൽക്കുന്നതാണ് നോക്കേണ്ടത് എന്ന് വിശദീകരണം കൊടുക്കുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നാൽ നമ്മുടെ നാടുകളിൽ നോമ്പും നിസ്കാരവും ഒക്കെ ഈ നാട്ടിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് നാം നിർവഹിക്കാറുള്ളത്. മാത്രമല്ല യൗമ അറഫ എന്നത് ആ ദിവസത്തിന്റെ ഒരു പേരാണ്. ഏതുപോലെ യൗമുൻ നെഹർ പെരുന്നാളിന്റെ പേര്, ബലിദിനം, അത് യൗമുൻ നെഹർ ഒരു പേരാണ്. യൗമ അറഫ അതുപോലെ ഒരു പേര് മാത്രമാണ്. ആ പേര് പോലെ, അങ്ങനെ ഒരു പേരുള്ളത് പോലെ അതൊരു ദിവസത്തിന്റെ പേരാണ്. ഹാജിമാർ നിൽക്കുന്ന അതേ സമയം നോമ്പെടുക്കണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ലോകത്തിന്റെ പല രാജ്യക്കാർക്കും രാത്രിയായിരിക്കുമല്ലോ, അവർക്ക് നോമ്പെടുക്കാൻ പറ്റില്ലല്ലോ. അതിനാൽ അവരവരുടെ നാട്ടിലെ പെരുന്നാളിന്റെ തലേ ദിവസമാണ് നോമ്പെടുക്കേണ്ടത്. അത് ഗൾഫുകാർക്ക് പെരുന്നാൾ ദിവസമാണെങ്കിലും ശരി എന്ന അഭിപ്രായമുള്ളതാണ് രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ. ഈ രണ്ട് വിശദീകരണങ്ങളുണ്ട്. ഓരോ നാട്ടിലെയും മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് യൗമുൻ നെഹറും യൗമു അറഫയും ഒക്കെ തീരുമാനിക്കേണ്ടത് എന്നാണ് ആ അഭിപ്രായമുള്ള രണ്ടാമത്തെ വിഭാഗം ആളുകൾക്കുള്ളത്. ഇവിടെ ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? പരിശുദ്ധ ഖുർആനിലെ 64-ാം സൂറത്തു തഗാബുനിലെ 16-ാമത്തെ ആയത്ത്, ഫത്തഖുല്ലാഹ മസ്തതഅതും വസ്മഉ വഅതിഉ, നിങ്ങളെ കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ കഴിവിൽപ്പെടാത്ത ഒന്നും പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കൂല.
അങ്ങനെയുള്ളതിൽ വരുന്ന പാകപ്പിഴവുകൾ അള്ളാഹു നമ്മളെ അതിന് ശിക്ഷിക്കൂല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. നല്ല കാര്യം തന്നെയാണ്. എങ്കിലും ഈ വിഷയത്തിൽ കൃത്യമായി ഐക്യകണ്ഠേനയുള്ള ഒരു ചിന്ത വരുന്നില്ല. എന്ത് ചെയ്യും? നമുക്ക് കൂടുതൽ ശരിയെന്ന് തോന്നിയ നിലപാട് സ്വീകരിക്കുക. ഈ രണ്ട് നിലപാടുകളിൽ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ശരിയെന്ന് തോന്നിയ നിലപാട് സ്വീകരിക്കുക. അതിൽ തെറ്റുണ്ടെങ്കിൽ പുറത്തു തരണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മാത്രമല്ല, നാം നോമ്പെടുത്ത ദിവസമല്ലാതെ നോമ്പെടുത്തവർക്കും പ്രതിഫലം കിട്ടണേ എന്നും പ്രാർത്ഥിക്കുക. അല്ലാതെ അവരുടെ മുഴുവൻ തെറ്റാണ്, അവർക്കത് ഒരിക്കലും കിട്ടൂല എന്ന രൂപത്തിലല്ല. അവരുടെ തെറ്റാണെങ്കിലും അവർക്കും അതിന്റെ കൂലി കിട്ടണേ. കാരണം നെയ്യത്ത് ശരിയാണ്. ഏറ്റവും നല്ല നെയ്യത്തോടുകൂടി അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല, ഇവിടെ ശിർക്കോ കാര്യങ്ങളോ വരുന്നുമില്ല, യാതൊരു ശിർക്കുമില്ല. അള്ളാഹുവിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആരാധനാകർമ്മം. ആ ആരാധനാകർമ്മത്തിന്റെ ദിവസം നിശ്ചയിക്കുന്ന കാര്യത്തിൽ മനുഷ്യന്റെ പരിമിതികൾ വെച്ചുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു. അവിടെ അഭിപ്രായങ്ങളിൽ വാദപ്രതിവാദങ്ങൾ നടക്കേണ്ടതില്ല. അവിടെ നമ്മുടെ ബുദ്ധിക്ക് ശരിയായി എന്ന് തോന്നുന്നത് നമുക്ക് സ്വീകരിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മാത്രവുമല്ല, നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു നിലപാടിനെ പോലും വിമർശിക്കുന്നവരുണ്ട്. എന്താണ് കൃത്യമായ നിലപാട് ഇസ്ലാമിനില്ലേ? ഇതാണോ ഇസ്ലാമിന്റെ നിലപാട്? അതിനെപ്പോലും വിമർശിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് വിഷയങ്ങളിൽ ഏതാണോ ശരിയെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നോമ്പെടുക്കുക. 2 ദിവസവും കൂടി ഹർഫ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. 8 9 10 അല്ലെങ്കിൽ 2 ദിവസം, നമ്മുടെ നാട്ടിൽ 8 9 രണ്ടിനും കൂടെ അറഫ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ദിവസം എടുക്കുക, അത് അറഫ നോമ്പിന്റെ നെയ്യത്തോടുകൂടി ആ നോമ്പെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ കഴിവിൽ പെടാത്തതിന് നമ്മളെ ശിക്ഷിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന്റെ കൂലി നമുക്ക് കിട്ടും. അതിനാൽ നല്ല നെയ്യത്തോടുകൂടി ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നോമ്പെടുക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നമ്മളല്ലാതെ മറ്റുള്ള ദിവസങ്ങളിൽ നോമ്പെടുത്തവർക്കും കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. മറ്റുള്ളവരെ നമ്മൾ വിമർശിക്കാതിരിക്കുക. ബലിപെരുന്നാളിന്റെ ദിവസത്തിന് പറയുന്ന പേരാണ് യൗമുൻ നഹർ എന്ന്. അങ്ങനെ ഒരു പേരുണ്ട്, ബലിയുടെ ദിനം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ പുറപ്പെട്ടതും ശേഷം അള്ളാഹു ആ അറുക്കൽ വേണ്ട എന്ന് പറഞ്ഞ് പകരം ഒരു ആടിനെ അറുക്കാൻ കൽപ്പിച്ചതും നമുക്കറിയാം. മകനെ അറുക്കേണ്ട എന്ന് കൽപ്പിക്കുന്നതിലൂടെ വലിയൊരു സന്ദേശമാണ് മനുഷ്യ സമൂഹത്തിന് കൈമാറിയത്. മനുഷ്യനെ ഒരു കാരണവശാലും വധിക്കാൻ പാടില്ല, നരബലി പാടില്ല, പകരം മൃഗബലി ആവാം. ആവശ്യത്തിനു വേണ്ടി മൃഗങ്ങളെ അറുക്കാം. ആ ഒരു വലിയ പാഠമാണ് അതിലൂടെ, വലിയ സന്ദേശമാണ് അതിന്റെ ഒരു വശത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ പറയാറുണ്ട്, കാരുണ്യവാനായ ദൈവം പാവം മൃഗങ്ങളെ കൊല്ലാനാണോ പറയുന്നത്? ഒരു പെരുന്നാളിന്റെ ദിവസം എത്ര പാവം മൃഗങ്ങളെയാണ് കൊല്ലുന്നത്? അനാവശ്യമായി ഒരു ജീവിയെ പോലും കൊല്ലാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. എന്നാൽ അള്ളാഹു അനുവാദം നൽകിയ കാര്യങ്ങളുണ്ട്. അതെന്താണ്? മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന അത്തരം മൃഗങ്ങളെ കൊല്ലാം. പാമ്പ്, തേള് പോലെയുള്ള അവയൊക്കെ കൊല്ലാം, കൊതുകിനെ കൊല്ലാം. ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ അറുക്കാം. അള്ളാഹു സൃഷ്ടിച്ച ജീവികളിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, ചില ജീവികൾക്ക് സസ്യാഹാരം മാത്രം കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അവയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവയുടെ പല്ലെടുത്ത് പരിശോധിക്കുക, ദഹനേന്ദ്രിയ വ്യവസ്ഥ എടുത്ത് പരിശോധിക്കുക, അവർക്ക് സസ്യാഹാരം മാത്രം കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അവരുടെ ഇത്തരം കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിൽ വളർത്തുന്ന ആടുകളൊക്കെ അങ്ങനെയാണ്. ഇനി മറ്റു ചില ജീവികളുണ്ട്, ആ ജീവികൾക്ക് വെറും മാംസാഹാരം മാത്രമാണ് കഴിക്കാൻ പറ്റുക, അത് മാത്രമാണ് ദഹിപ്പിക്കാൻ പറ്റുക. അവയുടെ പല്ലും ദഹനേന്ദ്രിയ വ്യവസ്ഥയും ആ രൂപത്തിലാണ്. അവർക്ക് സസ്യം കഴിക്കാൻ പറ്റൂല, ഇലകളും പുല്ലും കഴിക്കാൻ പറ്റൂല. അവർക്ക് കഴിക്കാൻ പറ്റുന്നത് മാംസം മാത്രമാണ്. മറ്റ് ജീവികളെ വേട്ടയാടി കഴിക്കാൻ മാത്രമേ അവർക്ക് നിർവാഹമുള്ളൂ. ആ രൂപത്തിലാണ് അതിന്റെ സൃഷ്ടിപ്പ്. എന്നാൽ മനുഷ്യനെ പോലെയുള്ള ചില ജീവികളുടെ പല്ലും ദഹനേന്ദ്രിയ വ്യവസ്ഥയും എടുത്ത് പഠനവിധേയമാക്കിയാൽ കാണാൻ സാധിക്കും, ഒരു മിശ്ര ബുക്കാണ്. എന്ന് പറഞ്ഞാൽ സസ്യാഹാരവും കഴിക്കാം, മാംസാഹാരവും കഴിക്കാം, രണ്ടും കഴിച്ച് ചവച്ചിറക്കാൻ പറ്റുന്ന പല്ലുകളുമുണ്ട്. അതിന് രണ്ടിനെയും ദഹിപ്പിക്കാൻ പറ്റുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയും തന്നു. എന്തിന്? അത് രണ്ടും നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നെയാണ്. മാത്രമല്ല, നമുക്ക് കഴിക്കാൻ വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു. എന്നിട്ട് ചില മൃഗങ്ങളെ ഹലാലാക്കി, ഇതിനെ നിങ്ങൾക്ക് കഴിക്കാമെന്നും ഇതിനെ കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞു. ഇവിടെ ഇതൊക്കെ വളരെ വലിയ കുറ്റമാണ്, അവയെ അറുക്കുന്നത് വലിയ കുറ്റമാണ് എന്ന രൂപത്തിൽ വാദിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ജീവികളെ കൊല്ലാത്തവരായിട്ട് ഒരുവിധം ആരുമില്ല. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് എത്രയെത്ര ജീവികളെയാണ് കൊല്ലുന്നറിയോ?
ലക്ഷക്കണക്കിന് ജീവികളെ കൊല്ലുന്നുണ്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ. കണ്ണുകൊണ്ട് കാണാത്ത ജീവികൾ അതിനകത്തുണ്ട്. നമ്മൾ ശ്വാസം വലിക്കുന്ന സമയത്ത് എത്ര ജീവികളെയാ കൊല്ലുന്നത്. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ അറിയാതെ എത്ര ജീവികളെയാ കൊല്ലുന്നത്. മാത്രമല്ല നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളിൽ കീടനാശിനി തെളിക്കുന്ന സമയത്ത് എത്ര ജീവികളെ കൊല്ലുന്നു. ഇവിടെയൊന്നും ജീവികളെ കൊല്ലുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച മൃഗങ്ങളെ അറുക്കുന്ന സമയത്ത് അത് മാത്രം ഒരു വലിയ പാപമായി എടുത്തു കാണിക്കുന്നതിൽ അർത്ഥമില്ല. അത് അള്ളാഹു നമുക്ക് അനുവദനീയമാക്കിയതാണ്. അത് കഴിക്കാം. അത് കഴിക്കാനാണ് അത്തരം മൃഗങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ യാതൊരു തെറ്റും കാണേണ്ടതില്ല. പക്ഷെ നമ്മൾ അതിന്റെ മഹത്വം മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് നൽകിയ അത്തരം ഭക്ഷണങ്ങളുടെയും അത്തരം കാര്യങ്ങളുടെയും ആ ഒരു ബലിയുടെയും ഒക്കെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യേണ്ടത് അത്തരം കുറ്റപ്പെടുത്തലുകളൊന്നും പെട്ടുപോകാതെ, അതൊന്നും നമുക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാക്കാതെ നാം മനസ്സിലാക്കേണ്ടത് ബലി അറുക്കുക അല്ലെങ്കിൽ നമ്മൾ ഉളുഹിയ്യത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ബലിമൃഗത്തിന്റെ രക്തമോ അല്ലെങ്കിൽ അതിന്റെ മാംസമോ അള്ളാഹുലേക്ക് എത്തുകയില്ല. അത് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. മറിച്ച് അതിലൂടെ നമ്മുടെ തഖ്വ മാത്രമാണ് റബ്ബിലേക്ക് എത്തുന്നത്. എല്ലാവരും വാങ്ങിയ ബലിമൃഗത്തേക്കാൾ എന്റെ ബലിമൃഗത്തിന്, എന്റെ ഉരുവിന് കൂടുതൽ തൂക്കം വേണം. അപ്പൊ എല്ലാവരും പറയും ഏറ്റവും കൂടുതൽ തൂക്കമുള്ളത് ഇന്ന ആളുടെ ഉരുവിനാണ് എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഏറ്റവും വലുതിനെ തന്നെ വാങ്ങട്ടെ എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ബലിയറുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടം മാത്രമാണ്. അതുപോലെ തന്നെ എല്ലാവരും അറുക്കുന്ന സമയത്ത് ഞാനും ഉളുഹിയ്യത്ത് അറുത്തില്ലെങ്കിൽ ആളുകൾ എന്ത് പറയും, അതുകൊണ്ട് ഞാനും കൂടട്ടെ എന്ന രൂപത്തിൽ ഉളുഹിയ്യത്തിൽ കൂടി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് നഷ്ടം മാത്രമാണ്. അതുകൊണ്ട് മറിച്ച് നമ്മൾ മനസ്സിലാക്കണം, ആ തഖ്വ റബ്ബിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന് വേണ്ടി ഇത് സമർപ്പിക്കുന്നു, എന്റെ തഖ്വ അള്ളാഹുവിലേക്ക് എത്തും, ഈ മാംസം ഞാൻ ആളുകളിൽ വിതരണം ചെയ്യും എന്ന ഒരു നിയ്യത്ത്, എന്നൊരു സദുദ്ദേശമാണ് ഉണ്ടാവേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം താലോലിച്ച് വളർത്തിയ മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ പോയപ്പോ ആ ഉപ്പയുടെ മനസ്സ് എത്ര പടിഞ്ഞിട്ടുണ്ടാകുമെന്ന് നമുക്കറിയാം. വീട്ടിൽ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ പൊന്നു മകന് മകളെ ഒന്ന് അറുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിച്ചാൽ നമുക്ക് ആ മകന്റെയോ മകളുടെയോ കഴുത്തിൽ കത്തിവെക്കാൻ കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മുടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം കുട്ടിയെ അറുക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചാൽ. പക്ഷേ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കൊടുത്ത മറുപടി അസ്ലംതു, എന്താണോ എന്നോട് കൽപ്പിക്കുന്നത് ഞാനത് സ്വീകരിച്ചിരിക്കുന്നു, എനിക്ക് രണ്ടാമതൊന്ന് ചോദ്യം ചെയ്യാനില്ല. അങ്ങനെ താലോലിച്ച് വളർത്തിയ സ്വന്തം മകനെ കഴുത്തിൽ കത്തിവെക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ ഒരു രംഗം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ ഉളുഹിയ്യത്ത് അറുക്കുന്ന സമയത്ത്, നമ്മുടെ ഉരുവിന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന സമയത്ത്, അതിന് നമ്മൾ വെള്ളവും പുല്ലും കൊടുക്കുന്ന സമയത്ത്, അതിനെ താലോലിച്ച് വളർത്തുന്ന സമയത്ത് കഴിയുമെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വാങ്ങി അതിനെ താലോലിച്ച് വളർത്തേണ്ടതുണ്ട്. ആ ഒരു വേദന എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ രൂപത്തിൽ കഴിയില്ലെങ്കിൽ പറ്റുന്ന രൂപത്തിൽ അത് ചെയ്യുക. പക്ഷേ കഴിയുമെങ്കിൽ നാമും ആ രൂപത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ എണ്ണം ഒരുപാട് കൂടുതലുണ്ട് എങ്കിൽ അതില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇതിന്റെ മാംസം കൊടുത്തയക്കാം. അവിടെ വെച്ച് അറവ് സംഘടിപ്പിക്കാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് അറക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് പറ്റുന്ന സ്ഥലത്ത് വെച്ച് അറക്കാം. അതിനൊക്കെ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. അപ്പോ കഴിയുമെങ്കിൽ ഉളുഹിയ്യത്ത് നിർവഹിക്കുന്ന ആൾ തന്നെ ആ ഉരുവിനെ അറുക്കാൻ കൂടി ശ്രദ്ധിക്കുക. ദുൽഹിജ്ജ 1 മുതൽ അറവ് നടക്കുന്നത് വരെ അത്തരം ആളുകൾ, ഉളുഹിയ്യത്തിൽ പങ്കെടുത്ത ആളുകൾ, അവരുടെ മുടിയോ നഖമോ തൊലിയോ നീക്കം ചെയ്യാൻ പാടില്ല. അത് അയാൾ മാത്രം ചെയ്താൽ മതി. ആ കുടുംബത്തിലുള്ള എല്ലാവരും ആ രൂപത്തിൽ പാലിക്കേണ്ടതില്ല. ആരാണോ ആ ഉളുഹിയ്യത്തിൽ പങ്കുചേർന്നിട്ടുള്ളത് അയാൾ മാത്രം ആ രൂപത്തിൽ ചെയ്താൽ മതി. അപ്പൊ ആ രൂപത്തിൽ അതിന് ശ്രദ്ധ കൊടുക്കുകയും വേണം. അറേബ്യയിലും ഉത്തരേന്ത്യയിലുമൊക്കെ നമ്മൾ കാണാറുള്ള നെയ്യാടിന് 6 മാസം പ്രായം തികയണം. നമ്മുടെ നാടുകളിലൊക്കെയുള്ള ആടുകൾക്ക്, സാധാരണ ആടുകൾക്ക് 1 വയസ്സ് പ്രായം തികയണം. ഇവിടെയുള്ള കന്നുകാലികൾക്ക് 2 വയസ്സ് പ്രായം തികയണം. ഒട്ടകത്തിനാണെങ്കിൽ 5 വയസ്സ് പ്രായം തികയണം. ഈ രൂപത്തിൽ അതിന് കൃത്യമായ ചില മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. മാത്രമല്ല പ്രകടമായ തരത്തിൽ വൈകല്യങ്ങൾ ഉള്ളവയെ അറുക്കാനും പാടില്ല. അറുക്കുന്നവരുടെ ആവശ്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ആരാണോ അറുക്കുന്നത് അവരുടെ ആവശ്യത്തിനുള്ള മാംസം എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് വിതരണത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ശരിയായ ശരീഅത്തിന്റെ രീതി. നമുക്ക് ആവശ്യമുള്ളത്, അറുക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ളത് മാറ്റിവെക്കുക, ബാക്കിയുള്ളത് വിതരണത്തിന് വേണ്ടി കൊടുക്കുക. വിതരണത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് അമുസ്ലിങ്ങളുടെ, മുസ്ലിങ്ങളല്ലാത്തവരുടെ ഇടയിൽ പോലും വിതരണം ചെയ്യാം എന്നുള്ളതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാൽ അങ്ങനെയല്ലാത്ത അഭിപ്രായം പറഞ്ഞവരും ഉണ്ട്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി പാലിക്കുക. നമ്മളുടെ ഈ വരുന്ന ദിവസങ്ങൾ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, റമളാനിലെ അവസാനത്തെ 10 നമ്മൾ എടുത്ത പോലെയുള്ള ആ ഒരു തയ്യാറെടുപ്പോടുകൂടി അതിലെ മുഴുവൻ പുണ്യവും നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ അത്തരം സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹുവെ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവെ നാളെ ഖബറിടത്തിൽ ഞങ്ങളുടെ ഖബർ നീ പ്രകാശപൂരിതവും വിശാലവുമാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.